നമ്മുടെ കൂടെ റിപ്പോർട്ടർ ടിവിയുടെ കൂടെ ഗോകുലം ഗ്രൂപ്പും കൂടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സപ്പോർട്ടായിട്ട് ഉള്ളത്. അപ്പം ഗോപാലേട്ടൻ്റെ കൂടെ നമ്മൾ ഞാൻ കുറേ നാളുകളായി ബിസിനസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഗോകുലവും നമ്മൾ കൂടി ഒരു വലിയ മാറ്റം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലേക്ക് വരുത്തണം ഈ ഫുട്ബോളിൽ എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ഞാൻ പറഞ്ഞത് ഗോപാലേട്ടനോട് സംസാരിച്ച സമയത്ത് എല്ലാ കാലത്തും മെസ്സി വരുമോ എന്ന് ചോദിച്ച് നമ്മളെ വിനീത ഇപ്പം മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം പറയുന്നത് മെസ്സി വരില്ല എന്ന് വരുന്ന സ്റ്റേജിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരെ നമ്മുടെ കൂടെ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന ഒരാൾ ഗോപാലേട്ടനാണ്. അപ്പം ഗോപാലേട്ടനെ പോലെ ഒരാൾ ഗോകുലും കൂടെ നമ്മുടെ കൂടെ ഇതിൻ്റെ പാർട്ടാണ്. അപ്പം അതുകൂടെ കൂടി നോക്കുമ്പോൾ എല്ലാവരും നമ്മളെ എന്താണ് പറയുന്നത്, മെസ്സി വരില്ല എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കാനും മോശക്കാരാക്കാനും മിനിസ്റ്റർ ചെയ്യും, നമ്മളെയൊക്കെ മോശക്കാരാക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും മെസ്സി വരും, മെസ്സി വരാതിരിക്കില്ല, നമ്മൾ ഓൾറെഡി എഗ്രിമെൻറ്റ് വെച്ചതാണ്, നമ്മളായിട്ട് മുന്നോട്ട് പോവുകയാണ്, അപ്പോൾ എന്തായാലും മെസ്സി വരും എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ അന്നും എടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തൊരു വലിയ മാറ്റമാണ് കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് വരാൻ പോകുന്നത്. ആ മാറ്റം നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള അതിന് എന്തൊക്കെ മുൻകരുതൽ നമ്മൾ എടുക്കണോ ആ മുൻകരുതൽ നമ്മൾ എടുക്കുക. അപ്പോൾ ഇനി വരില്ല എന്നുള്ളൊരു ചർച്ച വേണ്ട. മെസ്സി വരും, മെസ്സി കളിക്കും. മെസ്സിൻ്റെ കൂടെ എന്തായാലും വലിയ പാട്ടുകാരും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കേരളത്തിൽ ഇന്നേ വരെ കാണാത്ത, സൗത്ത് ഇന്ത്യയിൽ കാണാത്ത, ഇന്ത്യയിൽ ഇന്നേ വരെ പാടാത്ത ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ വലിയ ഇവൻ്റാണ്. അപ്പം ഫുട്ബോൾ കളീനെ മാത്രമായിട്ട് ഇതിനെ കാണണ്ട. ഫുട്ബോൾ കളിക്ക് മുൻപ് ഒരു ലോകകപ്പിന് ഇനാഗുറേഷൻ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ ഒരു വലിയ ഇനാഗുറേഷനും കൂടെ നടക്കും.